സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള സംസ്ഥാനത്തെ മുതിർന്ന പത്രപ്രവർത്തകരുടെ അനിഷേധ്യമായൊരു സംഘടനയായി വളർന്നിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പെൻഷൻ തുക വളരെ കുറവാണ്. എല്ലാവരെയും ഉൾപ്പെടുത്തി എല്ലാവർക്കും പെൻഷൻ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഈ ഫോറം ഇതുവരെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് അനുകൂലമായ ഒരു നടപടി ഉണ്ടാവും, പെൻഷൻ തുക കൂടുതൽ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള പെൻഷൻ കിട്ടുന്നത് ന്യായമായൊരു അവകാശമാണ് എന്നുള്ള നിലയിലാണ് നമ്മൾ നീക്കം നടത്തുന്നത്. അതുകൊണ്ടുകൂടി തന്നെയാണ് നമ്മൾ ഒരു അഖിലേന്ത്യാ ഫെഡറേഷന് രൂപം കൊടുത്തിട്ടുള്ളത്. അതിന് അങ്ങനെയൊരു ഫെഡറേഷൻ ഉണ്ടാവാനുള്ള ഒരു ചാലക ശക്തിയായിട്ട് നമുക്ക് നമ്മുടെ ഫോറത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം സ്മരിക്കുകയാണ്. വളരെ 2-3 കൊല്ലമായിട്ട് ഇങ്ങനെ ഒരു ആശയമായിട്ട് നിലനിന്ന ഒരു അഖിലേന്ത്യ ഒരു അംബ്രല്ല വേണം, എല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ചതല്ലാതെ ഇതൊന്നും ശരിയായിരുന്നില്ല. പക്ഷേ ഭാഗ്യവശാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ നമുക്കൊരു അഖിലേന്ത്യാ സംഘടന ഫെഡറേഷൻ ഉണ്ടാക്കാൻ സാധിച്ചു. അത് 1-2 കൊല്ലം കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംഘടനയെ മാറുകയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണത്തക്ക രീതിയിലുള്ളൊരു ശക്തിയായിട്ട് അത് മാറുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതൊരു കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ മിക്കവാറും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൂടി വലിയൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അത് ഇന്നത്തെ വയസ്സായ ആളുകളുടെ സമൂഹത്തിൽ ജനസംഖ്യ കൂടിക്കൊണ്ടുവരും, വയസ്സന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടുവരികയാണ്. അതുപോലെ സമൂഹത്തിൽ മുതിർന്ന റിട്ടയർ ചെയ്യുന്ന പത്രപ്രവർത്തകരുടെ എണ്ണം കൂടിക്കൊണ്ടുവരികയാണ്. അവർക്ക് പ്രധാനപ്പെട്ട ആവശ്യം ഭക്ഷണം എന്നതുപോലെ തന്നെ മരുന്നും പരിചരണങ്ങളുമാണ്. അതിനുള്ളൊരു സൗകര്യം കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള കഠിനയത്നത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ. ഈ സമ്മേളനത്തിന് പ്രത്യേകമായിട്ട് എൻ്റെ ഒരു പ്രതീക്ഷ, മുഖ്യമന്ത്രി മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകമായിട്ടൊരു വയോധിക ജനത്തിന് വേണ്ടി ഒരു വിഭാഗം തന്നെ രൂപം കൊള്ളിക്കുന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് മുതിർന്ന പത്രപ്രവർത്തകരായ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ചെയ്തു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കഴിഞ്ഞ തിരുവനന്തപുരം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അത് സൂചിപ്പിക്കാൻ, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു, സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. അത് കാത്തിരിക്കുന്നു. നമസ്കാരം. ഞാൻ MGR മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഉണ്ണാവൃതം വരുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട്. MGR തമിഴ്നാട്ടിൽ പോയി, ശിവാജി ഗണേശൻ, അങ്ങനെ ഞാൻ നാനാ കേരളത്തിലാണ് വർക്ക് ചെയ്യുന്നത്. MT രാമറാവുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടി ഉണ്ടായപ്പോൾ അവിടെ വിജയവാഡയിൽ പോയി അവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ തെലുങ്ക്, കന്നഡ സെറ്റിലെല്ലാം, എല്ലാ ഭാഷയില്ല, അവിടെ എല്ലാം പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇത് അനുഭവമുള്ള ഒരാളാണ്. അതൊക്കെ എല്ലാം കൂടെ വിവരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഒരു സമ്മേളനം വെച്ചിരുന്നു ട്രിവാൻഡ്രത്ത്. RS ബാബു അക്കാഡമി ചെയർമാനായിരിക്കുമ്പോൾ കൂടെ നിക്കൂട്ടിനെ വരെ കണ്ടു, നിക്കൂട്ടുമായിട്ട് സംസാരിച്ചു. വർക്ക്ഷോപ്പിലൊക്കെ പോകും. നമ്മൾ അല്ലാതെ ഈ സംഭാഷണവും ഇൻ്റർവ്യൂ ഒന്നും മാത്രമേ ഒരു ഇതല്ല. ഫോട്ടോയാണ് നമ്മുടെ മെയിൻ വിഷയം. കൊല്ലത്ത് നടക്കുന്നതുകൊണ്ടൊരു സന്തോഷം. എൻ്റെ പേരേ കൊല്ലം മോഹൻ എന്നാണ്.